Jubilee Mission Medical College Consultant, Kerala State Emergency Obstetric Care Secretary, and Thrissur Obstetric and Gynecology Society Secretary. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം പോളിസിസ്റ്റിക് ഒവേറിയൻ ഡിസീസ്. ഡോക്ടറെ നമുക്ക് ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യാം. സ്വാഗതം ഡോക്ടർ. ഡോക്ടർ, പോളിസിസ്റ്റിക് ഒവേറിയൻ ഡിസീസ് ഇപ്പോൾ ഭയങ്കര കോമൺ ആയി വരുന്ന ഒരു ഡിസീസാണ്. യൂഷ്വലി നമ്മൾ സ്കാൻ റിപ്പോർട്ടിലൊക്കെ വെറുതെ കണ്ടുവരുന്നതും അല്ലാതെയായി വരുന്നുണ്ട്. എന്താണ് വാസ്തവത്തിൽ പോളിസിസ്റ്റിക് ഒവേറിയൻ ഡിസീസ്? പോളിസിസ്റ്റിക് ഒവേറിയൻ ഡിസീസ് എന്നത് ഈസ്ട്രജൻ കൂടുതലുള്ള ഒരു ജനറ്റിക് ആയിട്ടുള്ളൊരു കണ്ടീഷനാണ്. അത് ആക്ച്വലി ഇപ്പോൾ വർദ്ധിച്ചു വരുന്നതല്ല, കൂടുതൽ നമ്മൾ ഡയഗ്നോസ് ചെയ്യുന്നതാണ്. കാരണം ഇപ്പോൾ കൂടുതൽ എല്ലാവരും ഹെൽത്തിനെ കുറിച്ച് കൂടുതൽ അവെയറാണ്, ചെറുപ്പം മുതലേ ഭയങ്കര അവെയറാണ്. പിന്നെ കൂടുതൽ സ്കാൻ സെൻറ്റേഴ്സ് അവൈലബിളാണ്. അപ്പം നമ്മൾ കൂടുതലായിട്ട് അത് സ്കാൻ ചെയ്തു, എല്ലാവരുടെയും കയ്യിൽ സ്കാൻ റിപ്പോർട്ടിൽ പോളിസിസ്റ്റിക് ഒവേറിയൻ ഡിസീസ്. പക്ഷേ അതിൽ റിപ്പോർട്ട് ചെയ്ത എല്ലാ സിസ്റ്റുകളും ആ സിൻഡ്രോമിൽ പെടുന്ന ഒരു പ്രശ്നമല്ല. അത് ശരിക്കും ഒരു ലൈഫ് സ്റ്റൈൽ കണ്ടീഷൻ ഡിസോർഡർ മാത്രമാണ്. അത് ജനറ്റിക്കായിട്ട് ഉള്ളൊരു ഡിസോർഡറാണ്. പക്ഷെ അത് നമ്മൾ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് അതിനകത്ത് കുറേ വ്യത്യാസങ്ങൾ വരുത്താൻ പറ്റും. അപ്പോൾ എല്ലാ ഏജ് ഗ്രൂപ്പിൽ കാണുന്നതാണ് ഈ ഡിസീസ്? നമ്മൾ റിപ്രൊഡക്റ്റീവ് ഏജ് ഗ്രൂപ്പ്, അതായത് 13 വയസ്സ് മുതൽ ഒരു സ്ത്രീയുടെ മാസക്കുള്ളിൽ നിൽക്കുന്നവരെ, ആർത്തവം നിൽക്കുന്നവരെ 50 വയസ്സ് വരെയാണ് സാധാരണ നമ്മൾ പോളിസിസ്റ്റിക് ഒവേറിയൻ സിൻഡ്രോം കണ്ടുവരുന്നത്. ഈ ഡിസീസ് ഉള്ളവർക്ക് വന്ധ്യത അങ്ങനെ കംപ്ലൈൻ്റ് ആയിട്ടാണല്ലോ വരുന്നത്. എപ്പോഴും ഞാൻ കുട്ടികൾ ഉണ്ടാവണില്ല എന്നുള്ള ഡൗട്ടായിട്ട് നമ്മൾ ഡോക്ടറിൻ്റെ അടുത്തേക്ക് പോകുന്നു, സ്കാൻ ചെയ്യുന്നു, പോളിസിസ്റ്റിക് ഒവേറിയൻ എന്ന് പറയുന്നു. അപ്പോൾ ഇത് തമ്മിൽ ബന്ധമുണ്ടോ അതോ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? സാധാരണ കാണുന്നത് ഒരു സ്കാൻ റിപ്പോർട്ടിൽ 10-12 കുമിളകൾ ഒരു ഓറിയിലുണ്ട്. അങ്ങനെ രണ്ട് വശത്തും ചിലപ്പോൾ ഓറി കുറച്ച് വലുതാകാം, ചിലപ്പോൾ വലുതാകാതിരിക്കാം. അതിനെയാണ് അവർ സ്കാൻ റിപ്പോർട്ടിൽ തരുന്നത് പോളിസിസ്റ്റിക് ഒവേറിയൻ സിൻഡ്രോം എന്ന്. പക്ഷേ ആ സ്കാൻ റിപ്പോർട്ട് കൊണ്ട് മാത്രം നമുക്കൊരു സ്ത്രീനെ പോളിസിസ്റ്റിക് ഒവേറിയൻ ഡിസീസ് ഉള്ളതായിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റില്ല. അവർക്ക് അതിൻ്റെ സിംറ്റംസ്, അതിൻ്റെ ഇതുകൾ വേണം, അതിൻ്റെ ലക്ഷണങ്ങൾ, രോഗലക്ഷണങ്ങൾ വേണം. ഫോർ എക്സാമ്പിൾ, വന്ധ്യത അതിനകത്ത് ഒന്ന് മാത്രമാണ്. ചിലർക്ക് അമിത രോമ വളർച്ചയായിരിക്കും പ്രശ്നം, ചിലർക്ക് കൂടുതൽ മുഖക്കുരുവായിരിക്കും പ്രശ്നം, ചിലർക്ക് വെയിറ്റ് കൂടുതലായിരിക്കും പ്രശ്നം, ചിലർക്ക് ബ്ലീഡിങ് 2-3 മാസം ഓവുലേഷൻ നടക്കാതിരിക്കുകയും അതിനുശേഷം പിന്നെ ബ്ലീഡിങ് നിൽക്കാതെ വരികയും ചെയ്യുന്നത്, അതായിരിക്കും പ്രശ്നം. ചിലവർക്ക് പ്രഷറും ഷുഗറും കൊളസ്ട്രോളൊക്കെ ചെറുപ്പത്തിലേ കണ്ടുവരുന്നു ഇതിൻ്റെ ഭാഗമായിട്ട്. അതൊക്കെ അതിൻ്റെ രോഗലക്ഷണങ്ങളാണ്. അതൊരു ക്രൈറ്റീരിയയാണ്. പിന്നെ മൂന്നാമത് വേണ്ട ക്രൈറ്റീരിയ ഇതാണ്, നമ്മുടെ ബ്ലഡ് ടെസ്റ്റ് നോക്കുമ്പം പുരുഷ ഹോർമോണിൻ്റെ അളവ് കൂടുതലായിരിക്കണം. പുരുഷ ഹോർമോണും സ്ത്രീ ഹോർമോണും തമ്മിലുള്ള അസന്തുലിത അവസ്ഥയാണ് ഈ ഇതിനകത്ത് ഉണ്ടാകുന്നത്. അപ്പോൾ 3 കാര്യങ്ങൾ അടുപ്പിച്ച് വരുമ്പം അതിൽ അറ്റ്ലീസ്റ്റ് ഒന്നോ രണ്ടെണ്ണോ എങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ പോളിസിസ്റ്റിക് ഒവേറിയനായിട്ട് നമ്മൾ എടുക്കേണ്ട കാര്യമുള്ളൂ. അപ്പം നമ്മളുടെ ട്രീറ്റ്മെൻറ്റ് മുഴുവനും എയിം ചെയ്യുന്നത് അവരുടെ സിംറ്റം എന്താണോ അതിനെ ആശ്രയിച്ചാണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പം ചെറുപ്പത്തിൽ കുട്ടികൾ വരികയാണ്, 13 വയസ്സ് മുതൽ ഒരു 25 വയസ്സുള്ള സ്ത്രീകൾക്ക് കൂടുതലും അവർ വരുന്നത് അവരുടെ കോസ്മെറ്റിക് പ്രോബ്ലംസ് ആണ്. മുഖക്കുരു കൂടുതലാണ്, വെയിറ്റ് കൂടുതലാണ്, അല്ലെങ്കിൽ രോമ വളർച്ച കൂടുതലാണ്. അപ്പോൾ നമ്മൾ അതിനുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നു. അതിന് ചെറിയ മരുന്നുകളുണ്ട്. ഇപ്പോൾ രോമ വളർച്ചയ്ക്കാണെങ്കിൽ പെർമനൻ്റ് ആയിട്ടുള്ള ക്യൂർ ലേസറുണ്ട്. നമ്മൾ അവരുടെ ഹോർമോൺ ലെവൽ ചെക്ക് ചെയ്ത് അത് താഴോട്ട് കൊണ്ടുവരുന്നു. ആർത്തവ ക്രമക്കേടുകളാണെങ്കിൽ ഓവുലേഷൻ ക്രമമായിട്ട് നടക്കാനുള്ള ഗുളികകൾ ഒരു 3 മാസം മുതൽ 6 മാസം വരെ കൊടുക്കുന്നു. അല്ലാതെ ജീവിതകാലം മുഴുവൻ നമുക്ക് അവർക്ക് മരുന്ന് കൊടുക്കേണ്ട കാര്യമില്ല. പോളിസിസ്റ്റിക് ഒവേറിയിൽ ഈ കുമിളകൾ സിസ്റ്റ് യൂഷ്വലി നമ്മൾ കാണുമ്പോൾ സർജറി അല്ലെങ്കിൽ ഓപ്പറേഷൻ അതിൻ്റെ വല്ല റോളും ഉണ്ടോ? സർജറിക്ക് പോളിസിസ്റ്റിക് ഒവേറിയിൽ ആ രോഗം മാറാനായിട്ട് ഒരു റോളും ഇല്ല. നമ്മൾ ലാപ്രോസ്കോപ്പിക് ഒവേറിയൻ ഡ്രില്ലിംഗ് എന്ന് പറഞ്ഞാൽ ചെറിയൊരു കുമിളകൾ 2-3 കുമിളകൾ പൊട്ടിച്ച് കളയുന്ന 2 വശത്തും 4 കുമിളകൾ വെച്ച് പൊട്ടിച്ച് കളയുന്ന ഒരു ലാപ്രോസ്കോപ്പി ചെയ്യുന്നത് വന്ധ്യതയുള്ളവർക്ക് 1 വർഷത്തോളം നമ്മൾ ഓവുലേഷനുള്ള മരുന്നുകൾ ചെയ്തിട്ട് കൺസീവ് ചെയ്യാതിരിക്കുമ്പം, പ്രഗ്നൻ്റ് ആവാതിരിക്കുമ്പം അതിന് ഓവുലേഷൻ നടക്കാനുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് രീതി മാത്രമാണ് ഡ്രില്ലിങ്. അതിൽ 4 എണ്ണം വെച്ച് 2 വശത്തും പൊട്ടിച്ച് കളയുന്നത്. അത് കാരണം ഓവറിയിലെ സിസ്റ്റുകൾ മുഴുവനായിട്ട് മാറുമൊന്നും ചെയ്യുന്നില്ല. അത് ഏറ്റവും അവസാനം ചെയ്യേണ്ട ഒരു മാർഗ്ഗം മാത്രമാണ്, അത് ഓവുലേഷനുള്ളൊരു മാർഗ്ഗം മാത്രമാണ്. അത് കാരണം തന്നെ നല്ലവണ്ണം ചികിത്സിച്ച് ഭേദമാകാത്ത പോളിസിസ്റ്റിക് ഒവേറിക്ക് മാത്രമേ 1 വർഷത്തോളം നമ്മൾ മരുന്ന് കൊടുത്തിട്ട് ഓവുലേഷൻ നടക്കാത്ത കേസുകളിൽ മാത്രമേ നമ്മൾ ലാപ്രോസ്കോപ്പിയിലോട്ട് പോകാൻ പാടുള്ളൂ. പോളിസിസ്റ്റിക് ഒവേറി മാത്രം, അതായത് വേറെ സിംറ്റംസ് അല്ലെങ്കിൽ വേറെ ലക്ഷണങ്ങൾ ഡോക്ടർ പറഞ്ഞ ഈ ലക്ഷണങ്ങളൊന്നും കണ്ടിട്ടില്ല, പക്ഷേ സ്കാൻ റിപ്പോർട്ടിൽ മാത്രം പോളിസിസ്റ്റിക് ഒവേറി, നമ്മൾ വല്ലതും ചെയ്യേണ്ടതുണ്ടോ? ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ അഡ്വൈസ് ചെയ്യണം. അവരോട് പറയണം, നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇതിൻ്റെ ആരംഭമുണ്ട്, പക്ഷേ അതൊരു സ്കാൻ റിപ്പോർട്ടിൽ മാത്രമേ ഉള്ളൂ, നിങ്ങൾക്ക് അതിൻ്റെ രോഗലക്ഷണങ്ങളൊന്നുമില്ല. അപ്പോൾ നമ്മൾ കൂടുതൽ അവരുടെ ഹോർമോൺ ടെസ്റ്റ് ചെയ്തിട്ട് 2-ാം ദിവസം FSH, LH, ടെസ്റ്റോസ്റ്റിറോൺ അങ്ങനെയുള്ള പുരുഷ ഹോർമോൺ ലെവലും സ്ത്രീ ഹോർമോൺ ലെവലൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. പ്രൊലാക്റ്റിൻ ഹോർമോൺ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. പിന്നെ നമ്മൾ അവരോട് പറയുക, ഡയറ്റ് ഒന്ന്
ശ്രദ്ധിക്കണം. ജങ്ക് ഫുഡ്സ് ഭയങ്കരമായിട്ട് ഒഴിവാക്കണം. ഫൈബ്രസ് കണ്ടൻറ്റുള്ള ഫുഡ് കഴിക്കുക, പ്രോട്ടീൻ കണ്ടൻറ്റുള്ള ഫുഡ് കഴിക്കുക, പക്ഷേ ഫാറ്റും കാർബോഹൈഡ്രേറ്റ്സും കുറയ്ക്കുക. നാരുള്ള ഭക്ഷണം ഇത്തരം കണ്ടീഷന് വളരെ നല്ലതാണ്. വെയിറ്റ് കൂടാതെ നോക്കുക, റെഗുലറായിട്ട് എക്സസൈസ് ചെയ്യുക. ഇതാണ് അവർക്ക് നമുക്ക് പറയാനുള്ളൂ. അപ്പോൾ പോളിസിസ്റ്റിക് ഓവറി ഡിസീസും ഇത് പ്രിവെൻറ്റ് ചെയ്യാൻ, അതായത് തടയാനും ഇത് തന്നെയാണോ? ജന്മന അവർക്ക് ആ കണ്ടീഷനോട് പ്രോണാണ്. പക്ഷേ ഉള്ള ആൾക്കാർക്ക് രോഗലക്ഷണങ്ങൾ വരാതിരിക്കാൻ ഡയറ്റും ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനും വഴി നമുക്ക് പറ്റും. വന്ധ്യത ഉള്ളവർക്കാണ് നമ്മൾ കൂടുതലായിട്ട് നമ്മൾ ചികിത്സ കണ്ടിന്യൂസ് ആയിട്ട് കുറച്ച് നാൾ ചികിത്സ വേണ്ടി വരുന്നത്. അവരോട് നമ്മൾ പറയാറുണ്ട് ഫോളിക് ആസിഡ് കഴിക്കുക, പിന്നെ മെറ്റ്ഫോർമിൻ അല്ലെങ്കിൽ മയോ ഐനോസിറ്റോൾ, അങ്ങനെ കുറേ പ്രിപ്പറേഷൻസ് ഉണ്ട്. നമുക്ക് ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്നൊരു കണ്ടീഷൻ വരുന്ന ഒരു കണ്ടീഷനാണിത്. ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ ആവശ്യത്തിന് ഇൻസുലിൻ ഉണ്ട്, പക്ഷേ അതിൻ്റെ പ്രവർത്തനം കുറയുന്നു ഈ ഇങ്ങനെയുള്ളവർക്ക്. അത് കാരണം പുരുഷ ഹോർമോണിൻ്റെ അളവ് ക്രമാതീതമായിട്ട് കൂടുന്നു. അപ്പോൾ ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയ്ക്കാനുള്ള മരുന്നുകൾ ചെയ്യുന്നു. പിന്നെ ഓവുലേഷൻ നടക്കുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് നമുക്ക് ആ സ്കാനിൻ്റെ പേരാണ് ഫോളിക്കുലർ സ്റ്റഡി. അത് ചെയ്ത് നമുക്ക് ഓവുലേഷൻ നടക്കുന്നുണ്ടോ ഇല്ലയെന്ന് നമുക്ക് വെരിഫൈ ചെയ്യാൻ പറ്റും. അതിനനുസരിച്ച് ഓവുലേഷനുള്ള മരുന്നുകൾ കൊടുക്കുക. അതാണ് അങ്ങനെയുള്ളവർക്കാണ് കുറച്ച് നാൾ അടുപ്പിച്ച് ചികിത്സ വേണ്ടത്. അല്ലാതെ നമ്മളങ്ങനെ സ്ഥിരമായിട്ട് ട്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കാറില്ല. പിന്നെ വന്ധ്യത ചികിത്സിച്ച് അവർ പ്രഗ്നൻ്റ് ആയാലും നമ്മൾ അവരോട് ഒരു കാര്യം പറഞ്ഞ് മനസ്സിലാക്കണം. നോർമൽ പോപ്പുലേഷന് 3% അബോഷൻ്റെ റിസ്ക് എങ്കിൽ ഇവർക്കൊരു 10% അബോഷന് റിസ്ക് ഉണ്ട്. അപ്പോൾ അത് കാരണം മരുന്നുകൾ 3-ാം മാസം വരെയും തുടരണം. അതേപോലെ അബോഷൻ ആവാതിരിക്കാനുള്ള മരുന്നുകൾ നമ്മൾ ഈ കൂട്ടത്തിൽ ചെയ്യാറുണ്ട്. അപ്പോൾ ഒത്തിരി ആൾക്കാർക്ക് ഹോർമോൺ ട്രീറ്റ്മെൻറ്റ് കേൾക്കുമ്പോൾ ഒരു ഭയമാണ്, വേറെ സൈഡ് ഇഫക്റ്റ്, അതിന് വല്ല സൈഡ് ഇഫക്ട്സ് ഉണ്ടോ? ചികിത്സിക്കുന്നത് നമ്മൾ ആ പുരുഷ ഹോർമോണിൻ്റെ അളവ് കുറയ്ക്കുന്നവരെ മാത്രമേ നമ്മൾ ഹോർമോൺ ചികിത്സ കൊടുക്കുന്നുള്ളൂ. പിന്നെ അണ്ടം വളരുന്നില്ലെങ്കിൽ അതിനനുസരിച്ച് അണ്ടം വളരാനും പൊട്ടാനും വേണ്ടി ചില ഹോർമോൺസ് കൊടുക്കാറുണ്ട്. അപ്പം നമ്മൾ അത് ഒരു ഗൈനക്കോളജിസ്റ്റിൻ്റെ പ്രിസ്ക്രിപ്ഷൻ പ്രകാരം റെഗുലറായിട്ട് കറക്റ്റായിട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ആ ഹോർമോൺ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് പേടിക്കേണ്ട. പിന്നെ നമ്മൾ വളരെ ഷോർട്ട് ടേം ട്രീറ്റ്മെൻറ്റ്, അതായത് 6-12 മന്ത്സിനുള്ളിൽ പേഷ്യൻ്റ് യൂഷ്വലി കൺസീവ് ചെയ്യുകയാണ്, പ്രഗ്നൻ്റ് ആവുകയാണ്. അപ്പം നമ്മൾ ആ തരം ഹോർമോൺസ് ഒരിക്കലും വേറെ സൈഡ് എഫക്ട്സ് ഉണ്ടാക്കുന്നില്ല. പ്രൊവൈഡഡ് നമ്മൾ വളരെ കുറേ നാൾ ഓവർ ഡോസായിട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്യാത്തടത്തോളം കാലം നമ്മൾ ആ ഹോർമോൺസിനെ നമ്മൾ ഭയക്കേണ്ട കാര്യമില്ല. പോളിസിസ്റ്റിക് ഓവറി ഡിസീസ്, ഇപ്പോൾ ഒരാൾ അങ്ങനെ വന്ധ്യതയ്ക്ക് നമ്മൾ ചികിത്സ ചെയ്ത് പ്രഗ്നൻ്റ് ആയി, അങ്ങനെ ഒരാൾ സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? നമ്മൾ എബോഷനായി പോകാതിരിക്കാനായിട്ട് പ്രൊജസ്ട്രോൺ ക്യാപ്സ്യൂൾസും ഇഞ്ചക്ഷനൊക്കെ കൊടുക്കാറുണ്ട്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം സെർവൈക്കൽ ഇൻകോമ്പിറ്റൻസ് എന്ന് പറഞ്ഞിട്ട്, അതായത് 13 ആഴ്ച മുതൽ 20 ആഴ്ച വരെയുള്ള സമയത്ത് ഇങ്ങനെയുള്ള സ്ത്രീകളിൽ 10% ആൾക്കാർക്ക് പെട്ടെന്ന് ഗർഭപാത്രം തുറന്നു പോയി കുട്ടീനെ വേദനയില്ലാതെ പ്രസവിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ സെലക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് നമ്മൾ ഗർഭപാത്രത്തിൻ്റെ കീഴ്ഭാഗത്തിനെ സെർവിക്സ് എന്ന് പറയും. അതിൻ്റെ ലെങ്ത് നോക്കി അവിടെ ഒരു സ്റ്റിച്ച് ഇടണോ വേണ്ടേ എന്നുള്ളത് നമ്മൾ ഇങ്ങനെയുള്ള ട്രീറ്റ്മെൻറ്റ് എടുത്തവർക്ക് നമ്മൾ ശ്രദ്ധിക്കാനുണ്ട്. പിന്നെ ഗർഭകാലത്ത് പ്രഷറും ഷുഗറും വരുന്ന ഒരു കണ്ടീഷനാണ് പോളിസിസ്റ്റിക് ഓവറി. ചില ആൾക്കാർക്ക്, അതായത് 10% ആൾക്കാർക്ക് ജെസ്റ്റേഷണൽ ഡയബറ്റീസ്, അതായത് ഗർഭകാലത്ത് വരുന്ന ഷുഗർ അല്ലെങ്കിൽ ജെസ്റ്റേഷണൽ ഹൈപ്പർ ടെൻഷൻ, ഗർഭകാലത്ത് വരുന്ന പ്രഷർ കൂടാനുള്ള സാധ്യത 10%ഓളം കൂടുതലുണ്ട്. അപ്പം നമ്മൾ ഓരോ 3 മാസം കൂടുമ്പോഴും നമ്മൾ ഷുഗറിൻ്റെ ഗ്ലൂക്കോസ് ടെസ്റ്റ് നമ്മൾ ചെയ്ത് നോക്കണം. അതേപോലെ ഓരോ റെഗുലർ ആയിട്ട് വരുമ്പോഴും ഓരോ മാസവും നമ്മൾ BP മോണിറ്റർ ചെയ്യണം. അതിനുള്ള സാധ്യത അവർക്ക് കൂടുതലുണ്ടെന്ന് നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കണം. അതേപോലെ പ്രീ ടേം ലേബർ, മാസം തികയാതെ പ്രസവിക്കാനുള്ള സാധ്യതയും ഇങ്ങനെയുള്ളവർക്ക് കുറച്ച് കൂടുതലുണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ അവെയറാണ്. അപ്പം അങ്ങനെയുള്ള കോംപ്ലിക്കേഷൻസ് തടയാനുള്ള ഏറ്റവും നല്ല മാർഗ്ഗം, അവർക്ക് പൊണ്ണത്തടിയുള്ള സ്ത്രീകളാണെങ്കിൽ അതൊന്ന് പ്രഗ്നൻസിക്ക് മുമ്പ് തന്നെ അത് കുറയ്ക്കുക. 3 മാസം മുമ്പേ ഫോളിക് ആസിഡും മെറ്റ്ഫോർമിൻ മുതലുള്ള മരുന്നുകളെല്ലാം കഴിച്ച് നമ്മൾ പ്ലാൻഡ് ആയിട്ടുള്ളൊരു പ്രഗ്നൻസി നടത്തുവാണെങ്കിൽ ഇങ്ങനെയുള്ള കോംപ്ലിക്കേഷൻസ് കുറച്ച് നമുക്ക് ഒരു പരിധിവരെ കുറയ്ക്കാൻ പറ്റും. അതല്ലാതെ വേറെ എന്തൊക്കെ കോംപ്ലിക്കേഷൻ വരാൻ സാധ്യതയുള്ളത്? വന്ധ്യത വരാം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കോസ്മെറ്റിക് ആയിട്ടുള്ള പ്രോബ്ലംസിന് വേണ്ടി വളരെ സ്ത്രീകളിലും വരുന്നുണ്ട്. മുഖക്കുരു ഒരു വലിയൊരു പ്രശ്നമാണ്. എത്ര ചികിത്സിച്ചാലും മാറുന്നത്. ചിലപ്പോൾ അവർ കുറേ സ്കിൻ സ്പെഷ്യലിസ്റ്റിൻ്റെ അടുത്ത് പോയി മുഖക്കുരുവിൻ്റെ ആ ട്രീറ്റ്മെൻറ്റ് ഒക്കെ കഴിഞ്ഞിട്ട് അപ്പോൾ നമ്മൾ സ്കാൻ ചെയ്ത് നോക്കുമ്പോഴാണ് പോളിസിസ്റ്റിക് ഓവറിയാണ് അണ്ടർലൈൻ കണ്ടീഷൻ. അപ്പോൾ ആ പുരുഷ ഹോർമോൺ കുറയ്ക്കാതെ നമുക്ക് മുഖക്കുരുവിന് വേണ്ടി എന്ത് ട്രീറ്റ്മെൻറ്റ് എടുത്താലും കാര്യമില്ല. അതേപോലെ പലരും ലേസർ ചികിത്സയ്ക്ക് പോലും പോയിട്ട് ഡിസാർട്ടൻ്റ് ആയിട്ട് തിരിച്ചു വരുമ്പോഴാണ് നമ്മൾ കാണുന്നത് എന്തുകൊണ്ടാണ് ലേസർ ചികിത്സ വെച്ചിട്ടും രോമവളർച്ച തിരിച്ചു വരുന്നത്? നമ്മൾ ആ പുരുഷ ഹോർമോണിനെ കൺട്രോൾ ചെയ്യാത്തതാണ്. അപ്പോൾ അത് വരാം. പിന്നെയുള്ള എബോഷൻസിൻ്റെ റിസ്ക് ഞാൻ ഓൾറെഡി പറഞ്ഞു, പ്രഷറും ഷുഗറും. ലോങ് ടേം ഇംപ്ലിക്കേഷൻസ് ഉണ്ട്. അതായത് 40 വയസ്സ് തികയുന്നതിന് മുമ്പ് തന്നെ അവർക്ക് ഫ്യൂച്ചർ ഡയബറ്റീസും ഹൈപ്പർ ടെൻഷനും ഒബീസിറ്റി കൊളസ്ട്രോൾ ഇതെല്ലാം വരാൻ. പിന്നെ ഞാൻ ഓൾറെഡി തുടക്കത്തിൽ പറഞ്ഞല്ലോ, ഈസ്ട്രജൻ കൂടുതലുള്ള ഒരു കണ്ടീഷനാണ് പോളിസിസ്റ്റിക് ഓവറി. അപ്പോൾ ഈസ്ട്രജൻ കൂടുതലും പ്രൊജസ്ട്രോൺ എന്ന് പറഞ്ഞ ഹോർമോൺ കുറവുമാണ് ഈ സ്ത്രീകൾക്ക്. അപ്പം ബോഡിയിൽ ഉണ്ടാകുന്ന ഒരു ചേഞ്ചാണ് ബ്രസ്റ്റ് ക്യാൻസറും ഓവേറിയൻ ക്യാൻസറും എൻഡോമെട്രിയൽ ക്യാൻസറും. ഈ ക്യാൻസേഴ്സ് വരാനുള്ള ചാൻസ്
ചാൻസ് ഇങ്ങനെയുള്ളവർക്ക് കുറച്ച് കൂടുതലാണ്. അപ്പം നമ്മൾ അതിനെക്കുറിച്ച് അവർക്ക് ബോധവതികളാക്കണം. നമ്മൾ പറയണം അവരുടെ വെയിറ്റ് ലോസ് ചെയ്യണം. ഈ വക മാമോഗ്രാം ഒരു 40 ഇയേഴ്സിന് ശേഷം മാമോഗ്രാം ചെയ്ത് നോക്കുക. ഈസ്ട്രജൻ എന്തെങ്കിലും ബ്ലീഡിങ് ഡിസോർഡേഴ്സ് ഉണ്ടെങ്കിൽ അത് ട്രീറ്റ് ചെയ്യാതെ ഈസ്ട്രജൻ ഹോർമോൺ ക്രമാതീതമായിട്ട് കൂടിക്കൊണ്ടിരിക്കാൻ അലൗ ചെയ്യുമ്പോഴാണ് ഇത്തരം എൻഡോമെട്രിയൽ ക്യാൻസേഴ്സ് വരുള്ളൂ. അപ്പോൾ അതെല്ലാം ഒന്ന് ശ്രദ്ധിക്കാനായിട്ട് അവരോട് ഒരു അവയർനെസ് കൊടുക്കണം. അത് പിന്നെ ഡോക്ടർ വേറെ സംശയമുള്ളത്, നമ്മുടെ ഈ മെൻസസ് ആർത്തവത്തിൽ ഇങ്ങനെ മാസം തെറ്റി വരിക, അത് ഈ അസുഖത്തിൽ കാണാറുണ്ടോ? എനിക്ക് അസുഖം എന്നത് പറയാൻ പറ്റത്തില്ല, ഒരു ലൈഫ് സ്റ്റൈൽ ഡിസീസാണ്. എന്നാൽ പോലും ഒരു 30% സ്ത്രീകൾക്ക് ആർത്തവ ക്രമക്കേടുകളായിട്ടാണ് നമ്മുടെ അടുത്ത് വരാറുള്ളത്. മധ്യത കഴിഞ്ഞാൽ ആർത്തവ ക്രമക്കേടുകളാണ് പിന്നെയുള്ള പ്രശ്നം. അപ്പോൾ നമ്മളത് എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കണം. സാധാരണ ഒരു സ്ത്രീയുടെ ആർത്തവ ചക്രം 28 മുതൽ 35 ദിവസം വരെയാണ്. അവരുടെ പീരീഡ്സ് 5 മുതൽ 7 ദിവസം വരെയാണ് മാക്സിമം പോകാവുന്നത്. 80 ml ബ്ലഡാണ് പോകുന്നത്. ഇങ്ങനെയുള്ളൊരു പീരീഡ്സ് ആണെങ്കിൽ അത് നോർമൽ ആർത്തവ ചക്രമാണ്. പക്ഷേ അതിനപ്പുറം 35 ദിവസത്തേക്കാൾ വൈകി പീരീഡ്സ് വരുമ്പോൾ നമ്മൾ നാച്ചുറലി നമ്മുടെ ടൈപ്പ് ഓഫ് ഗ്രൂപ്പ് ഓഫ് പോപ്പുലേഷനിൽ കാണുന്ന ഏറ്റവും അധികം കൂടുതൽ കാണുന്ന കാരണം പോളിസിസ്റ്റിക് ഓവറിയാണ്. അപ്പം നമ്മൾ അതിനുവേണ്ടി സ്ക്രീൻ ചെയ്യുന്നു, അവരുടെ ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്യുന്നു, സ്കാൻ ചെയ്യുന്നു. ചെറിയ കുട്ടികളാണ് വരുന്നെങ്കിൽ 18 വയസ്സ് കീഴെയുള്ള കുട്ടികളാണ്, അവർക്ക് ബ്ലീഡിങ് തെറ്റി വരുന്നു എന്നുള്ളത് മാത്രമേ അവരുടെ പ്രശ്നമുള്ളെങ്കിൽ നമ്മൾ ആദ്യം അവരോട് പറയാൻ പോകുന്നത് വ്യായാമം ചെയ്യുക, ഫാറ്റി ഫുഡ് കുറയ്ക്കുക, ഡയറ്റിൽ നല്ലോണം ശ്രദ്ധിക്കുക, റെഗുലറായിട്ട് എക്സസൈസ് രാവിലെയും വൈകിട്ടും ഇതെല്ലാം ചെയ്യുന്നതുകൊണ്ട് തന്നെ കുറേയൊക്കെ ഒരു 5 കിലോ വെയിറ്റ് റിഡക്ഷൻ അച്ചീവ് ചെയ്യുന്നതുകൊണ്ട് തന്നെ കുറേയൊക്കെ ആർത്തവ ക്രമക്കേടുകൾ കറക്റ്റാക്കാൻ പറ്റും. പക്ഷേ അവർ വരുന്നത് കുറേ മാസങ്ങളോളം പീരീഡ് വരാതിരുന്നിട്ട് പിന്നെ ഭയങ്കരമായിട്ട് ബ്ലീഡിംഗ് ആയിട്ട്, അങ്ങനെ ഹെവി ആയിട്ട് ബ്ലീഡിംഗ് ആയിട്ട്, ചിലപ്പോൾ എനീമിക്കായിട്ട് കുട്ടികൾ വരാറുണ്ട്. അങ്ങനെയുള്ളപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്ത് നിൽക്കാൻ പറ്റില്ല. ഇതിനകത്ത് ഡെഫിഷ്യൻ്റ് ആയിട്ടുള്ള ഹോർമോൺ പ്രൊജസ്ട്രോൺ ആണ്. ആ പ്രൊജസ്ട്രോൺ സപ്ലിമെൻറ്റ് ചെയ്താൽ മാത്രമേ അവരുടെ ബ്ലീഡിങ് നിൽക്കുള്ളൂ. നമ്മളത് സപ്ലിമെൻറ്റ് ചെയ്യും 10 ദിവസത്തേക്ക്. പിന്നെ അടുത്ത ആർത്തവചക്രം മുതൽ അത് കറക്റ്റ് ആക്കാൻ വേണ്ടിയുള്ള മരുന്നുകൾ ഹോർമോണിൻ്റെ റിപ്പോർട്ടിൻ്റെ അനുസരിച്ച് നമ്മൾ അതിൻ്റെ ആനുപാതികമായിട്ട് നമ്മൾ അവർക്ക് കൊടുക്കും. 3 മുതൽ 6 മാസം ട്രീറ്റ് ചെയ്യുന്നതുകൊണ്ട് അവരുടെ ആർത്തവ ചക്രം റെഗുലർ ആകും. സോ നമ്മൾ അമ്മമാരെ പറഞ്ഞ് മനസ്സിലാക്കണം. നമുക്ക് ചെറിയ കുട്ടികളാകുമ്പോൾ നമുക്ക് ഹോർമോൺ ചികിത്സ കൊടുക്കാൻ താല്പര്യമില്ല. പക്ഷേ ബ്ലീഡിങ്ങിൻ്റെ പ്രോബ്ലം ശരിയാക്കാനും പിന്നെ ഭാവിയിൽ അവർക്ക് വന്ധ്യതൊന്നും വരാതിരിക്കാനും നമുക്ക് ഈ ഈസ്ട്രജൻ ഹോർമോണിൻ്റെ കൂടുതൽ നമുക്ക് കറക്റ്റ് ചെയ്തേ പറ്റുള്ളൂ. അങ്ങനെ ഷോർട്ട് ടേം കോഴ്സ് 3 to 6 months നമ്മൾ കൊടുക്കുന്നതോടുകൂടി ആർത്തവ ക്രമക്കേടുകൾ പരിഹരിക്കാറുണ്ട്. പക്ഷേ ഇപ്പോൾ 25 മുതൽ 30 വയസ്സ് 35 വയസ്സ് കുട്ടികളാവാൻ ഉദ്ദേശിക്കുന്ന ഒരാൾക്കാണെങ്കിൽ നമ്മൾ എല്ലാ പീരീഡ്സും ട്രീറ്റ് ചെയ്ത് കറക്റ്റാക്കിയിട്ട് ചിലപ്പോൾ അവർ കൺസീവ് ചെയ്യുന്നത് പ്രഗ്നൻ്റ് ആവുന്നതിനെ കുറിച്ച് ആലോചിച്ചാൽ കുറേ വൈകുന്നിരിക്കും. അപ്പം നമുക്ക് വന്ധ്യതയ്ക്കുള്ള പരിഹാരം ആദ്യം ചെയ്യുമായിരിക്കും. ഈ ആർത്തവ ക്രമക്കേട് ട്രീറ്റ് ചെയ്ത ഉടനെ തന്നെ അതിൻ്റെ പിന്നിൽ തന്നെ നമ്മൾ അതും കൂടെ ചെയ്യണം. മധ്യതയ്ക്കുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്യണം. 40 വയസ്സ് കഴിഞ്ഞ് ഉള്ള ആൾക്കാർക്ക് നമ്മൾ ഹോർമോൺ ചികിത്സ കൊടുക്കാൻ നമുക്ക് വലിയ ഇഷ്ടമില്ല. കാരണം തടി കൂടുമോ, പ്രഷർ വരുമോ, ഷുഗർ വരുമോ എന്നൊക്കെയുള്ള സംശയങ്ങൾ അവർക്കുണ്ട്. അപ്പം നമ്മൾ അവരോട് പറഞ്ഞു കൊടുക്കണം, നമ്മൾ അതിനനുസരിച്ചുള്ള മരുന്നുകൾ മാത്രമേ അവർക്ക് കൊടുക്കുന്നുള്ളൂ. നമ്മൾ ഇതിനു വേണ്ടി കൊടുക്കുന്ന ഹോർമോൺസ് തടി കുറയ്ക്കുന്നതാണ്. പുരുഷ ഹോർമോൺ കുറയുന്നത് വഴി അവർക്ക് തടി കുറയ്ക്കുന്നതാണ്. അവർക്ക് ഇപ്പോൾ ഷുഗറോ പ്രഷറോ വരാനുള്ള സാധ്യതയില്ല. അപ്പോൾ 3 or 6 മാസം നമ്മൾ ഹോർമോൺ ചികിത്സ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ